സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പരിഗണിക്കാത്തതിൽ പരസ്യ പ്രതിഷേധം നടത്തിയ എ പത്മകുമാറിനെ തള്ളി CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ. പാർട്ടിക്കകത്ത് പറയേണ്ട കാര്യങ്ങൾ പത്മകുമാർ പരസ്യമായി പറഞ്ഞു. സംസ്ഥാന സമിതിയിലെ നിയമനങ്ങൾ ബോധ്യപ്പെടാത്തവരെ അത് പാർട്ടി ബോധ്യപ്പെടുത്തുമെന്നും MP ഗോവിന്ദൻ പറഞ്ഞു. P ജയരാജനെ പറ്റിയുള്ള ചോദ്യത്തിനായിരുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ആ പ്രതികരണം. അദ്ദേഹത്തിന് അനുകൂലമായിട്ടല്ലോ പരിശോധന വരിക. പരിശോധിക്കുന്നതിന് അദ്ദേഹത്തിന് എങ്ങനെ അനുകൂലമാകുക? പാർട്ടിക്കകത്തും സംഘടനക്കകത്തും പറയേണ്ട കാര്യങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞു എന്നുള്ളത് പാർട്ടിക്കകത്ത് സംഘടനാപരമായ തെറ്റായ നിലപാടാണ്. ആ നിലപാട് സ്വീകരിച്ചവരാരൊക്കെയുണ്ടോ അവർക്കെല്ലാം എതിരായിട്ട് ശരിയായ സംഘടനാപരമായ നിലപാട് സ്വീകരിച്ചു പോകും പാർട്ടി. അത് ആര് എന്നുള്ള പ്രശ്നമൊന്നുമില്ല. ഓരോ മേഖലയിലും നേതാക്കന്മാരെയും പ്രവർത്തകരെയും കണ്ടെത്തുമ്പോൾ അതിന് രണ്ട് കാര്യമാണ് ഞങ്ങൾ അടിസ്ഥാനപരമായി കാണുന്നത്. ഒന്ന് അതിൻ്റെ മെറിറ്റാണ്, മറ്റൊന്ന് അതിൻ്റെ മൂല്യമാണ്. അത് വ്യക്തിപരമായിട്ട് ഓരോരാൾക്കും ബോധ്യപ്പെടൽ പ്രശ്നമാണ്. എല്ലാവരും കൂട്ടായിട്ട് ബോധ്യപ്പെടുക വേണ്ടേ? ചിലയാൾക്ക് ബോധ്യം ഉണ്ടാവില്ല, അത് ഉണ്ടാക്കും പോരെ. അങ്ങനെ ബോധ്യപ്പെടാത്തവരെ ബോധ്യപ്പെടുത്തിയല്ലേ വേണ്ടേ? അത് ഞങ്ങൾ ചെയ്യും. ശ്രീത്ത് വാർത്തയുടെ വിവരങ്ങൾ മാറ്റിയിരുന്നു. ശ്രീത്ത്, P ജയരാജന് ഒരു പരോക്ഷമായ അല്ലെങ്കിൽ ജയരാജന്റെ മകന് പരോക്ഷമായി മറുപടി കൊടുക്കുന്നു. പത്മകുമാറിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് പരോക്ഷമായി പറയുകയും ചെയ്യുന്നു. ശ്രീത്ത് അല്ലേ? ഹാഷ്മി, എ പത്മകുമാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇന്നത്തെ സംസ്ഥാന സമിതി ചർച്ച ചെയ്തില്ലെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലാണ് MP ഗോവിന്ദൻ പത്മകുമാറിന്റെ നടപടി തെറ്റാണെന്ന കാര്യം പരസ്യമായി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ തള്ളിയിരിക്കുന്നത്. സംഘടനാപരമായും പാർട്ടിക്കകത്ത് പറയേണ്ടതുമായ കാര്യങ്ങൾ പാർട്ടിക്കകത്താണ് പറയേണ്ടത്. അത് പുറത്തു പറഞ്ഞത് അതാരായാലും അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കും, അത് പരിശോധിച്ച് നടപടി സ്വീകരിക്കും. പരിശോധിക്കുമ്പോൾ പറഞ്ഞ ആൾക്ക് അനുകൂലമായിരിക്കില്ല കാര്യങ്ങൾ എന്ന നിലപാടാണ് പത്മകുമാറിന്റെ വിഷയത്തിൽ പറഞ്ഞത്. രണ്ടാമത്തേത് P ജയരാജനെ എന്തുകൊണ്ട് സംസ്ഥാന സെക്രട്ടറിയിൽ ഉൾപ്പെടുത്തിയില്ല എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിലുള്ള മറുപടിയാണ്. P ജയരാജനെ അടക്കമുള്ള ആളുകളെ ഉൾപ്പെടുത്താത്തത് എന്താണെന്ന് ചോദിച്ചാൽ അതിന് കാരണങ്ങൾ പാർട്ടിക്കുണ്ട്. ഓരോ മേഖലയിൽ നിന്നുള്ള ആളുകളെ പ്രത്യേക പരിഗണന വെച്ചാണ് പാർട്ടി ഓരോ മേഖലയിൽ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ആ പരിഗണനയുടെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ. അത് ബോധ്യപ്പെടാത്തവരെ, വ്യക്തിപരമായി ബോധ്യപ്പെടാത്തവരുണ്ടാകും, അവരെ പാർട്ടി ബോധ്യപ്പെടുത്തും എന്നാണ് ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് MP ഗോവിന്ദൻ നൽകുന്ന മറുപടി. എന്നാൽ P ജയരാജൻ ഈ സംസ്ഥാന സെക്രട്ടറി നിയമനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സമിതിയിൽ അദ്ദേഹം ചില വിയോജിപ്പുകൾ പറഞ്ഞു എന്നല്ലാതെ പുറത്ത് പരസ്യമായി ഒരു പ്രതികരണവും അദ്ദേഹം നടത്തിയില്ല. എന്നാൽ പത്മകുമാർ ആകട്ടെ ഈ പരസ്യമായി പ്രതികരണം നടത്തി പാർട്ടിക്ക് വലിയ തോതിൽ നാണക്കേടുണ്ടാക്കുകയും ചെയ്തു. ശ്രീത്ത്, അപ്പം ഈ സംസ്ഥാന സമ്മേളനത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒന്നല്ല മൂന്നാല് അതൃപ്തികളെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടു. ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ പ്രൊഫൈൽ മാറ്റുന്നതൊക്കെ അതൃപ്തി എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടതാണല്ലോ. അപ്പോൾ ആ അതൃപ്തികളെ സീരിയസ് ആയി പാർട്ടി കാണുന്നു അല്ലേ ശ്രീത്ത്? പത്മകുമാർ അടക്കം പ്രകടിപ്പിച്ച അതൃപ്തികളെ പാർട്ടി ഗൌരവമായി കാണുന്നു. മാത്രമല്ല, നല്ല നിലയ്ക്ക് വിഭാഗീയ പ്രശ്നങ്ങളില്ലാതെ അവസാനിച്ച കൊല്ലം സമ്മേളനത്തിന്റെ ശോഭ കെടുത്താൻ ഉപകരിക്കുന്ന തരത്തിലുള്ള ചില പ്രതികരണങ്ങളായിപ്പോയി എന്നതാണ് പത്മകുമാറിന്റെ വിഷയത്തിലൊക്കെ CPM കാണുന്നത്. അതുകൊണ്ടാണ് പത്മകുമാറിന്റെ പ്രതികരണത്തെ പരസ്യമായി MP ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ തള്ളിപ്പറയുകയും അക്കാര്യത്തിൽ സംഘടനാപരമായ പരിശോധന ഉണ്ടാകും എന്ന് ആവർത്തിക്കുകയും ചെയ്ത്. എന്നാൽ കടകംപള്ളി സുരേന്ദ്രനൊക്കെ തന്നെ തനിക്കെതിരെ താൻ അതൃപ്തി പ്രകടിപ്പിച്ചു എന്ന തരത്തിൽ വന്ന മാധ്യമ വാർത്തകളെ തള്ളിക്കൊണ്ട് രംഗത്ത് വരികയും അപ്പോൾ തന്നെ അത് നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റു പല നേതാക്കന്മാരും ഈ അർത്ഥഗർഭമായ ചില സന്ദേശങ്ങളും പടങ്ങളും ചെഗുവേരയുടെ ഉദ്ധരണികളും കൊണ്ടാണ് തങ്ങളുടെ വിയോജിപ്പുകൾ പ്രകടിപ്പിച്ചത്. അതിനെയൊന്നും പാർട്ടിക്ക് നടപടിയെടുക്കാവുന്ന നിലയിൽ അതൊക്കെ മാധ്യമ വ്യാഖ്യാനമെന്ന് അവർക്കും വേണമെങ്കിൽ വാദിച്ചു നിൽക്കാം. എന്നാൽ പത്മകുമാറിന്റെ കാര്യത്തിലാണ് ഏറ്റവും ഗൌരവമായ പ്രശ്നമായി CPM കാണുന്നത്. അപ്പോൾ അങ്ങനെ സംസ്ഥാന സെക്രട്ടറി അക്കാര്യത്തിൽ ഇനി ബോധ്യപ്പെടാത്തവരെ അത് ബോധ്യപ്പെടുത്തുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പത്മകുമാർ, ജയരാജൻ, P ജയരാജൻ, അങ്ങനെ ഒരു നീണ്ട പട്ടിക ഈ ദിവസങ്ങളിൽ വന്നിരുന്നു. അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് കേട്ടറിഞ്ഞ ആളുകൾ. അപ്പോൾ അവരെ പാർട്ടി തന്നെ അത് ബോധ്യപ്പെടുത്തും. അതിലെ കമ്മിറ്റിയിലെ ആളുകളെ എടുത്തതിൻ്റെ സാഹചര്യമൊക്കെ വിശദീകരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് അക്കാര്യത്തിൽ MP ഗോവിന്ദന് സംസ്ഥാന സെക്രട്ടറിക്ക് പറയാനുള്ളത്.